വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. എല്ലാവരും കൂടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കുഞ്ഞൻ ടേബിളിൽ കയറിയാണ് ഇരിക്കുന്നത്. കയ്യിലുള്ള കുഞ്ഞു ബൈക്ക് ടേബിളിലൂടെ ഓടിക്കളിക്കുന്ന തിരക്കിലാണ്. ഇടയ്ക്ക് താനോ ദക്ഷോ ഭക്ഷണം ഉരുളയാക്കി കൊടുക്കും. ഒന്നും മടിച്ചിട്ടാണെങ്കിലും ആള് കഴിക്കും. കുറുമ്പനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ്. കാശി ഇറങ്ങാം. കഴിച്ച പ്ലേറ്റെല്ലാം കിച്ചണിൽ കൊണ്ടുപോയി വെച്ച് കഴുകിയെടുത്ത് ഹാളിലേക്ക് വന്നപ്പോൾ കുഞ്ഞിനെയും എടുത്ത് അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ദക്ഷി തന്നോടായി ചോദിച്ചതും അതേന്ന രീതിയിൽ തലയാട്ടി ഹാൻഡ് ബാഗും എടുത്ത് തോളിലിട്ട് സിറ്റൗട്ടിലേക്ക് നടന്നു. ദക്ഷിൻ്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയെടുത്ത് അച്ഛനോടും അമ്മയോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഇടയ്ക്ക് പോയി ഓഫീസിലെ കാര്യങ്ങൾ നോക്കും. തന്നെ 5 മിനിറ്റ് പോലും കാണാതെ കുഞ്ഞ് നിൽക്കില്ല. അതുകൊണ്ട് പോകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോകും. വീട്ടിലെ പോലെയല്ല ഓഫീസിൽ. നല്ല കുട്ടിയായി ആൾ തൻ്റെ കൂടെ നിൽക്കും. ഓഫീസിലെത്തുന്നത് വരെ ദക്ഷിനോട് ഓരോ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. ഡ്രൈവിങ്ങിനിടയിൽ ദക്ഷി തൻ്റെ കൈയെടുത്ത് ഗിയറിൻ്റെ മുകളിൽ വെച്ച് തൻ്റെ കൈക്ക് മുകളിൽ കൈ ചേർത്തതും അത് കണ്ട് കുഞ്ഞൻ തങ്ങളെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും ദക്ഷി വീർത്തിരിക്കുന്ന കുഞ്ഞിൻ്റെ ഉണ്ടക്കവിളിലൊന്ന് കുത്തി ആ കുഞ്ഞു കൈകളെടുത്ത് തങ്ങളുടെ കൈകൾക്കിടയിലേക്ക് ചേർത്തതും കുഞ്ഞൻ്റെ പരിഭവമൊക്കെ പോയി. അവിടെ പുഞ്ചിരി നിറഞ്ഞതും കുഞ്ഞൻ്റെ ഭാവം കണ്ട് ആ കവിളിൽ അമർത്തി ചുംബിച്ചു. സീറ്റിലേക്ക് ചാരി കിടക്കുമ്പോൾ ഈ അച്ഛനും മോനുമുള്ള തൻ്റെ ലോകത്തിൽ നിന്ന് ഒരിക്കലും തനിക്കൊരു മടക്കമുണ്ടാകാതെ തങ്ങളുടെ സന്തോഷം എന്നും നിലനിൽക്കണേ എന്നായിരുന്നു. വൈകിട്ട് ഞാൻ വരാം. വേണ്ട, ഞങ്ങൾ പൊക്കോളാം. അതും പറഞ്ഞ് ഓഫീസിലെത്തിയതും കുഞ്ഞിനെയും എടുത്ത് അതും പറഞ്ഞ് ദക്ഷിനോട് യാത്ര പറഞ്ഞ് ഉള്ളിലേക്ക് നടന്നു. തങ്ങളവിടെയാക്കി ദക്ഷി പോയിരുന്നു. തങ്ങളെ കാത്തുന്ന പോലെ അല്ലു ഓഫീസിൻ്റെ മുമ്പിലായിട്ടുണ്ടായിരുന്നു. തൻ്റെ ആകെയുള്ള ബെസ്റ്റ് ഫ്രണ്ട്. തൻ്റെ കൂടെ കൂടുന്നവൻ ചോദിക്കേണ്ട താമസം ചെക്കൻ അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ MD ചീത്ത വിളിച്ച് ജോലി റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് പോന്നിരുന്നു. ഇവൻ കൂടെയുള്ളത് കൊണ്ട് ഒരു ആശ്വാസമാണ്. ഇപ്പോഴത്തെ കമ്പനി മാനേജറാണ്. അവനുള്ളത് കൊണ്ട് തനിക്ക് ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഇങ്ങോട്ട് വന്നാൽ മതി. എന്താണ് വൈകാമേ, ഇത് നേരെ വൈകിയോ? ഇത്തിരി. അവനെ നോക്കി പല്ലളിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും മംഗൾ എന്ന് വിളിച്ചുകൊണ്ട് കുഞ്ഞൻ അവൻ്റെ കയ്യിലേക്ക് ചാടിയിരുന്നു. എൻ്റെ ബോസ് ഇന്ന് സുന്ദരനായിട്ടുണ്ടല്ലോ. കുഞ്ഞൻ്റെ കുടുംബം പോലെ കെട്ടിവെച്ച മുടി പിടിച്ചിളക്കിക്കൊണ്ട് പറഞ്ഞതും മുടിയിൽ തൊട്ടത് ഇഷ്ടപ്പെടാതെ കുഞ്ഞൻ മുഷ്ടി ചൂട്ടി അല്ലുവിൻ്റെ മൂക്കിട്ടൊരു പഞ്ച് കൊടുത്തിരുന്നു. ഡോണ്ട് ടച്ച്. ഓത്തോ. ഓക്കെ സർ. കുഞ്ഞൻ ചുണ്ട് കൂർപ്പിച്ച് പറഞ്ഞത് അല്ല അനുസരണയോട് തലയാട്ടിയതും കുഞ്ഞൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ കവളിൽ കുഞ്ഞു ചുണ്ടുകൾ പതിപ്പിച്ചിരുന്നു. ഉച്ചവരെ കുഞ്ഞനാണെങ്കിൽ ഓഫീസിലിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതും ആൾക്ക് ചെറുതായി ഉറക്കം വന്ന് തുടങ്ങി. അമ്മ വാ, നമുക്ക് വീട്ടിൽ പോകാം. കുഞ്ഞൻ വന്ന് തൻ്റെ മടിയിലിരുന്ന് കഴുത്തിലൂടെ കൈയിട്ട് തോളിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. നമുക്ക് വീട്ടിൽ പോകാട്ടോ. കുഞ്ഞൻ്റെ കുഞ്ഞി കൈവള്ളിയിൽ ചുംബിച്ച് അതും പറഞ്ഞ് ലാപ്പ് അടച്ചു വെച്ച് കയ്യിലുള്ള ഫയൽ ഹാൻഡ് ബാഗിലിട്ട് കുഞ്ഞിനെയും എടുത്ത് ഹാൻഡ് ബാഗ് തോളിലിട്ട് അല്ലുവിൻ്റെ ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു. അല്ലു, ഞങ്ങൾ ഇറങ്ങാണേ. നിനക്ക് ഒരു 5 മിനിറ്റ് ഞാനാക്കി തരാം. വേണ്ട, ഞങ്ങൾ പൊക്കോളാം. ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. ഞാൻ വീട്ടിലാക്കി തരാം. ഓ ആയിക്കോട്ടെ. അവനോട് ഇനി പറഞ്ഞിട്ട് കാര്യമെന്ന് മനസ്സിലായത് മുടുക്ക സമ്മതിച്ചു കൊടുത്ത് തങ്ങളെ വീട്ടിലാക്കി തന്ന് അവൻ ഓഫീസിലേക്ക് തന്നെ പോയിരുന്നു. കുഞ്ഞൻ വീട്ടിലെത്തിയപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. അമ്മയോട് പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോയി. അമ്പൂട്ടാ ഓടണ്ട, വീഴും. വൈകിട്ട് മുറ്റം പഠിച്ച് വാരുന്നതിനിടയിൽ ഗാർഡനിൽ പൂപ്പിയോടൊപ്പം ഓടിക്കളിക്കുന്ന കുഞ്ഞനോടായി പറഞ്ഞുവെങ്കിലും ആളുടെ ശ്രദ്ധ കളിക്കുന്നില്ലായിരുന്നു. കുഞ്ഞാ. അച്ഛൻ്റെ ഇടയായി പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് വിളിച്ചതും കുഞ്ഞൻ പൂപ്പിയുടെ കൂടെയുള്ള കളി നിർത്തി വേഗം ഓടി വന്ന് അച്ഛൻ്റെ കയ്യിൽ കയറിയിരുന്നു. അമ്മേ, അച്ഛമ്മേ, ചാച്ച. അച്ഛൻ്റെ കയ്യിലിരുന്ന് കൊണ്ട് കുഞ്ഞൻ തന്നോടും അമ്മയോടുമായി കൈവീശി കാണിച്ചതും തിരിച്ച് കൈവീശി കാണിച്ചു. വൈകിട്ട് 5:30 ആയുള്ള അച്ഛൻ്റെയും കുഞ്ഞൻ്റെയും പതിവാണ് കുറച്ചപ്പുറത്തുള്ള ചായക്കടയിൽ പോയി ഒരു പാൽ ചായയും പഴംപൊരിയും കഴിക്കും. ഇനി അച്ഛൻ മറന്നാലും കുഞ്ഞൻ മറക്കില്ല. ഇവിടുന്ന് 10 മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. വരുമ്പോൾ തനിക്കും അമ്മക്കുമായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാകും. അച്ചാച്ചനും കൊച്ചുമോനും എല്ലാവരോടും സംസാരിച്ച് വിശേഷം തിരക്കി വീട്ടിലെത്തുമ്പോൾ സന്ധ്യ ആവുകയില്ല. അച്ഛനും കുഞ്ഞിനും പോകുന്നത് നോക്കി ഗേറ്റും ചാരി ഉള്ളിലേക്ക് പോയി. ടെറസിൽ നിന്നും ഉണങ്ങിയ തുണികൾ എടുത്തുകൊണ്ട് റൂമിൽ മടക്കി വെക്കുമ്പോഴാണ് പിന്നിലൂടെ 2 കൈകൾ തന്നെ ചുറ്റി വരിഞ്ഞ് ആ നെഞ്ചിലേക്ക് ചേർത്ത്. ഇന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട്? ചെയ്യുന്ന ജോലി തുറന്നുകൊണ്ട് തൻ്റെ തോളിൽ താടി വന്ന് നിൽക്കുന്ന ദക്ഷിനോട് ചോദിച്ചു. നേരത്തെ വരാമെന്ന് കരുതിയത്, ഒത്തില്ല. കുഞ്ഞനെവിടെ? അച്ഛയുടെ കൂടെ പോയതാ, വന്നിട്ടില്ല. നിനക്ക് ചായ എടുക്കട്ടെ? ഇപ്പം വേണ്ട. അതും പറഞ്ഞ് ഞൊടിയുടെ നേരം കൊണ്ട് അവൻ തന്നെ തിരിച്ചു നിർത്തിയിരുന്നു. ദക്ഷ്, നീ വിട്ടേ, എനിക്ക് പണിയുണ്ട്. പണിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ദക്ഷ് പറഞ്ഞത് കേട്ട് അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയതും ഉടനെ തന്നെ അവൻ തൻ്റെ പിൻതലയിൽ പിടിച്ച് മുഖം അവനോട് അടുപ്പിച്ച് ആദരങ്ങൾ വായിലാക്കിയിരുന്നു. കുതിരിമാറാൻ നോക്കും തോറും ആ കൈകൾ തന്നിൽ മുറുകാൻ തുടങ്ങി. നിമിഷങ്ങൾ പോകും തോറും അവൻ തൻ്റെ ജീവൻ കൂടി ഊറ്റിയെടുക്കുകയാണെന്ന് തോന്നി. നിമിഷങ്ങൾക്ക് ശേഷം വായിൽ രക്തച്ചുവ അറിഞ്ഞതും അവൻ ആദരങ്ങളെ മോചിപ്പിച്ചതും തളർച്ചയോടാ നെഞ്ചിൽ ചാഞ്ഞു. എൻ്റെ കാശി, ഇത്രയായിട്ട് നിനക്ക് തീരെ പ്രീതി കണ്ടോളില്ലെന്ന് പറഞ്ഞ കഷ്ടമാണ് കേട്ടോ. പോടാ.
ദക്ഷി കളിയായി പറഞ്ഞതും അവനെ തള്ളി മാറ്റി പോകാൻ നിന്നതും അതിനു മുമ്പായി അവൻ തന്നെ ഭാര്യയെടുത്ത് ബെഡിലേക്ക് ഇട്ടു. തന്നിലേക്ക് അമർന്ന് വീണ്ടും തന്റെ അതരങ്ങൾ വായിലാക്കിയിരുന്നു അവൻ. ഒപ്പം ഒരു നനുത്ത ഇളം തെന്നലായി അവൻ തന്നിലേക്ക് വീശി അടിച്ചിരുന്നു. രാത്രി ആഹാരം കഴിച്ച് റൂമിൽ ചെല്ലുമ്പോൾ അച്ഛനും മോനും നല്ല സംസാരത്തിലാണ്. ദക്ഷി ഹെഡ് ബോർഡിൽ ചാരി കിടക്കുന്നുണ്ട്. അവന്റെ നെഞ്ചിൽ കുഞ്ഞിനിരിക്കുന്നു. എന്താണാവോ രണ്ടുപേർക്ക് ഇത്രയ്ക്ക് ചർച്ച ചെയ്യാനുള്ളത്? താൻ പോലും വന്നതറിയാതെ സംസാരിക്കുന്നവരെ കണ്ട് കാര്യം തിരക്കിയതും ദക്ഷി കാര്യം പറഞ്ഞതും അവനെ ദേഷ്യത്തോടെ നോക്കി. നിനക്ക് എന്താ ദക്ഷി, ഇവ കുഞ്ഞല്ലേ? ദക്ഷിന്റെ നെഞ്ചിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ദക്ഷിനോടായി പറഞ്ഞു. എന്റെ കാശി, ഇവന് 3.5 വയസ്സായി. ഇനിയും ഇതുപോലെ നമ്മുടെ കീഴിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞാലേ അംഗനവാടിയിൽ പ്രവേശനോത്സവമാണ്. കുഞ്ഞിനെയും അന്നു മുതലേ അംഗനവാടിയിൽ വിട്ടു തുടങ്ങണം. വേണ്ട ദക്ഷി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിടാം. ഇവൻ കുഞ്ഞല്ലേ ദക്ഷി, ഒറ്റയ്ക്ക് ചോറ് പോലും വാരി തിന്നാൻ അറിയില്ല. അതുമല്ല 5 മിനിറ്റ് പോലും എന്നെ കാണാൻ നിൽക്കില്ല. എന്റെ കാശി, അതൊക്കെ അങ്ങനെയല്ലേ പഠിക്കുന്നത്. കുഞ്ഞിന് ഇതുവരെ മറ്റു കുട്ടികളുടെ കൂടെ അടുത്ത് ഇടപഴകിയിട്ടൊന്നുമില്ലല്ലോ. അതുകൊണ്ട് അംഗനവാടി പോകുന്നത് നല്ലതാ. ദക്ഷി പറഞ്ഞത് കേട്ട് പിന്നൊന്നും പറയാതെ ദക്ഷിന്റെ നെഞ്ചിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് മടിയിലിരുത്തി. അമ്മയുടെ മുതൽ അംഗനവാടി പോകണോടാ? പോനം. അച്ഛ പറഞ്ഞല്ലോ അവിടെ കളിച്ച കൊയ്യേ കുറ്റികളിൽ നിന്ന്. അതുമല്ലേ ചോദിച്ചുണ്ട്. കുഞ്ഞിന് ആവേശത്തോടെ തലയാട്ടി പറഞ്ഞ മാമുന്റെ കവിളിലൊന്ന് മുട്ടി. ഈ ആവേശമൊന്നും പിന്നെ കാണില്ലെന്ന് അറിയാം. പൂർണ്ണമായും മനസ്സിൽ പോലും കുഞ്ഞിനെ വിടുന്നതിൽ തയ്യാറാണ്. അമ്മിന്റെ ആലോചിക്കുന്നേ. കുഞ്ഞിന്റെ ശബ്ദമാണ് ചിന്തകളിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നത്. ഒന്നുമില്ല, ഉറങ്ങാനായില്ലേ? അമ്മയും വാ. തന്റെ ചോദ്യം കിടന്നും കുഞ്ഞൻ ദക്ഷിണ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് വിളിച്ചതും ലൈറ്റ് ഓഫ് ചെയ്ത് ഡ്രീം ലൈറ്റ് ഇട്ട് ബെഡിലേക്ക് കിടന്ന് ദക്ഷിണ നെഞ്ചോട് ചേർന്ന് കിടന്നതും ആ കൈകൾ തന്നെയും കുഞ്ഞിനെയും പൊതിഞ്ഞു പിടിച്ചിരുന്നു. അച്ചുവും കുഞ്ഞിന് ഇനിയും വന്നില്ലേ മോളെ? താൻ ഉമ്മറത്തിരിക്കുന്നത് കണ്ട് തൻ്റെ അരികിലായി വന്നിരുന്നത് കൊണ്ട് അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, കുറച്ചു മുമ്പ് വിളിച്ചപ്പോഴേ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അമ്മയോടായി പറഞ്ഞ് കുറച്ചു നേരം അവിടെ ഇരുന്നു. അമ്മ ഉള്ളിലേക്ക് പോയതും വീണ്ടും വഴിക്കണ്ണുമായിരുന്നു. ഇന്ന് ദക്ഷിണ ഒഴിവാണ്. അതുകൊണ്ട് കുഞ്ഞിന്റെ മുടി വെട്ടാൻ കൊണ്ടുപോയതാണ്. ഇതുവരെയും ഇരുവരും എത്തിയിട്ടില്ല. തന്നെ പോലെ തന്നെ അവരെ കാത്തുന്ന പോലെ തൻ്റെ മടിയിൽ തലവെച്ച് പൂപ്പിയും കിടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ദക്ഷിന്റെ ബുള്ളറ്റ് ഗേറ്റ് കിടന്ന് പോസിൽ വന്നു നിന്നു. ദക്ഷി ബുള്ളറ്റിന്റെ ടാങ്കിലിരിക്കുന്ന കുഞ്ഞിനെ ഇറക്കിയതും കയ്യിലെ മിഠായിയായ ആൾ ഓടി വന്ന് തന്റെ മടിയിൽ കയറി. ഇങ്ങനെയാണ് കുഞ്ഞ മുടി വെട്ടിയത്? മുഴുവൻ വെട്ടിക്കളയാൻ പറഞ്ഞതല്ലായിരുന്നോ? കുഞ്ഞന്റെ തലയിൽ കെട്ടിവെച്ച മുടിയിൽ പിടിച്ചുകൊണ്ട് തന്റെ മടിയിൽ നിന്ന് പൂപ്പിയുമായി കുഞ്ഞുന്ന അമ്പൂട്ടിനോട് ചോദിച്ചു. ഞാൻ പറഞ്ഞതാ, ഈ അച്ഛ കേറ്റില്ല. കുഞ്ഞന്റെ പറച്ചിൽ കേട്ട് കയ്യിലുള്ള കവറുകളുമായിട്ട് അങ്ങോട്ട് വന്ന് ദക്ഷി കുഞ്ഞിനെ കൂർപ്പിച്ച് നോക്കി. കയ്യിലുള്ള കവറുകളെല്ലാം തന്റെ കയ്യിൽ നിന്ന് മുകളിലേക്ക് പോയതും കുഞ്ഞിനെയും കൊണ്ട് ഉള്ളിലേക്ക് പോയി ഡോർ ചാരി പൂപ്പിയുടെ കൂടെ കളിക്കുന്ന കുഞ്ഞിനെ നോക്കി കിച്ചണിൽ പോയി ദക്ഷിണുള്ള ചായയുമൊക്കെ മുകളിലേക്ക് പോയി. ബാൽക്കണിയിൽ ഫോൺ വിളിച്ച് നിൽക്കുന്ന ദക്ഷിന്റെ അടുത്തേക്ക് പോയി. തിരക്കിട്ട കോളിലാണെന്ന് കണ്ടതും ചായക്കപ്പ് ടേബിളിൽ വെച്ച് പോകാൻ നിന്നതും അതിനു മുമ്പായി കയ്യിൽ പിടിപിടിഞ്ഞു. തിരിഞ്ഞു നോക്കും മുൻപേയായി തന്നെ പിടിച്ചു വലിച്ചാൽ നെഞ്ചോട് ചേർന്നു. ദക്ഷി ഫോൺ വിളിയിലായതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവനോട് ചേർന്നു. പെട്ടെന്ന് ടോപ്പിന്റെ ഇടയിലൂടെ ഇടുപ്പിലൊരു പിച്ച് കിട്ടിയതും ഇടുപ്പൊഴിഞ്ഞ് ദക്ഷിനെ കൂർപ്പിച്ച് നോക്കിയതും വീണ്ടും അവനോട് പിച്ചിരുന്നു. ദക്ഷ് ഇട്ടുട്ടോ. കള്ളദേശത്തിൽ അവനോട് പറഞ്ഞതും അവന്റെ ചിരി കണ്ട് ആ മുഖത്തൊരു കുത്തു വെച്ച് കൊടുക്കാൻ തോന്നി. അതെ, ചായ ചൂടാറുട്ടോ. ഇമ വിട്ടാതെയുള്ള അവന്റെ നോട്ടം കണ്ട് വേഗം ടേബിളിൽ നിന്ന് ചായക്കപ്പ് എടുത്ത് കൊടുത്തു. ചായ കുടിക്കുമ്പോഴും ആ കണ്ണുകൾ തന്നിൽ നിന്നുമാണ് ഇവിടെ പോലും മാറി ചലിക്കുന്നില്ലെന്ന് കണ്ടതും വല്ലാത്ത പരവേശം തോന്നിയതും അവനെ നോക്കാതെ മുഖം മുറിച്ചത്. എന്റെ കാശി, നിന്റെ നാണം കാണുമ്പോൾ എനിക്ക് ചിരിയ വരുന്നേ. കയ്യിലെ ഒഴിഞ്ഞ ചായക്കപ്പ് ടേബിളിൽ വെച്ച് തന്റെ മുഖം ഉയർത്തി അവനെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞതും വല്ലാത്ത ജാളി തോന്നി. ആ ചുണ്ടുകളുടെ ചൂട് നെറുകയിൽ പറഞ്ഞതും കണ്ണുകൾ ഇറുകിടച്ചു നിന്നു. അളഞ്ഞ കണ്ണുകളിലും ആ ചുണ്ടുകളുടെ ചൂടറിഞ്ഞതും അവൻ ഒന്നുകൂടി ഇറുകി പിടിച്ച് അവനോട് ചേർന്നു. ഇരു കവിളിലും താടിത്തുമ്പിലും എല്ലാം അവന്റെ ചുണ്ടുകൾ മുദ്രണം ചാത്തി പതിയെ ആദരങ്ങളും നുണഞ്ഞെടുത്തിരുന്നു. ഒപ്പം കൈകൾ കൊണ്ട് തന്നെ വരിഞ്ഞു മുറുക്കിയാൻ നെഞ്ചോട് ചേർത്തതും അവനോട് പറ്റിച്ചേർന്നു. താഴെ നിന്നും അമ്മയുടെയും കുഞ്ഞിന്റെയും ശബ്ദം കരുതും ദക്ഷിണ തള്ളിമറ്റി താഴെ കൂടി. ഹാളിലെത്തിയപ്പോൾ കാണുന്നത് ജനൽവാതിലിന്റെ ഏറ്റവും ടോപ്പിലെ കമ്പിയിൽ കയറി നിൽക്കുന്ന കുഞ്ഞിനെയാണ്. സെറ്റിയിൽ കയറിയിട്ടാണ് ആള് ജനൽവാതിൽ പിടിച്ച് കയറിയത്. ആളിൽ നിന്നും അമ്മ പലതും പറഞ്ഞിറക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ആളെന്തോ കാര്യത്തിൽ വാശി പിടിച്ച് നിൽക്കുകയാണ്. അമ്പൂട്ടാ, ഇങ്ങോട്ട് ഇറങ്ങി വാ. വീണ താലി ടേബിളിൽ ഇടിച്ച് മുറിയിട്ടോ. ഇയ്യ, വരൂല. അമ്മന്റെ നല്ല കുട്ടിയല്ലേ, ഇങ്ങോട്ട് വാ. ഇയ്യ. കുഞ്ഞന് വരില്ലെന്ന് കണ്ടത് സെറ്റിയിൽ കയറി ബലമായ ആളെ നിലത്തേക്ക് ഇറക്കി. എന്തിനാ അമ്പൂട്ട അവിടെ കയറി ഇരിക്കുന്നത്? വീടില്ലേ? ഈ അച്ഛമ്മ എന്തിപ്പോ പിന്നെയും ഒരു കഴിച്ചാൻ മഞ്ഞില്ല. അതുകൊണ്ടാണ് അച്ഛമ്മേന്റെ പെരുങ്ങി അവിടെ കഴിച്ചത്. അച്ചോടാ, അച്ഛമ്മക്ക് കാലുവേദനയല്ലേ, അതുകൊണ്ടല്ലേ കളിക്കാൻ വരാത്തത്. കുഞ്ഞന്റെ അച്ഛൻ്റെ വെറുതെ മുകളിലിരിക്കുന്നു. അച്ഛ കളിക്കാൻ കൂടിക്കോളും. ചുണ്ടു കൂർപ്പിച്ച് കുഞ്ഞൻ പറഞ്ഞത് കേട്ട് ചിരിയോട് ആ കൂർപ്പിച്ച് വെച്ച ചുണ്ടിൽ മുത്തിക്കൊണ്ട് പറഞ്ഞതും ആളാവേശത്തോടെ തലയാടി തിരിച്ച് തന്റെ കവിളിലൊന്ന് മുത്തി ഏളിയിൽ നിന്നിറങ്ങി കുഞ്ഞൻ പൂപ്പിയും കൊണ്ട് മുകളിലേക്ക് ഓടിയിരുന്നു.
ഇന്ന് മുതൽ കുഞ്ഞൻ അംഗനവാടിയിൽ പോയി തുടങ്ങുകയാണ്. രാവിലെ എണീറ്റപ്പോൾ മുതൽ കുറുമ്പൻ അതിൻ്റെ ഉത്സാഹത്തിലാണ്. ഇറങ്ങാൻ നേരം മാൾ അച്ഛനെയും അമ്മയെയും പൂപ്പിയെയും എല്ലാം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. ബുള്ളറ്റിലിരിക്കുന്ന ദക്ഷിന്റെ അരികിലേക്ക് പോയതും ദക്ഷ കുഞ്ഞിനെ പൊക്കിയെടുത്ത് ബുള്ളറ്റിന് മുമ്പിലിരുത്തിയതും അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് ബുള്ളറ്റിൽ കയറി. ദക്ഷിന് ഇത്തിരി വൈകിയാണ് ഇറങ്ങിയത്. അവൻ പോകുന്ന വഴിക്കാണ് അംഗനവാടി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് അവൻ്റെ ഒപ്പമാണ് ഇറങ്ങിയത്. ശരിക്കും 10 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അച്ഛയുടെ കണ്ണൻ പറഞ്ഞതൊന്നും മറക്കാതെ ഗുഡ് ബോയ് ആയിരിക്കണം കേട്ടോ. സ്ഥലത്തെത്തിയതും ദക്ഷ വണ്ടി നിർത്തി കുഞ്ഞിനെ എടുത്ത് ചുംബിച്ചുകൊണ്ട് പറഞ്ഞതും തിരിച്ച് കുഞ്ഞിനും തിരിച്ച് ദക്ഷിന്റെ മുഖത്തെല്ലാം ചുണ്ടുകൾ ചേർത്തു. ഗുഡ് ബോയ് ആയി നിന്നാ പാക്കി കൊണ്ടുപോകുമോ? പിന്നെന്താ, നല്ല കുട്ടിയായി നിന്നാ ഉറപ്പായും ഈ സൺഡേ പാർക്കിൽ കൊണ്ടുപോകും. പിന്നെ ഞാൻ കുറുമ്പ് കാണിച്ചാൽ നിന്നുമല്ല. കുഞ്ഞൻ സന്തോഷത്തോടെ പറഞ്ഞത് കേട്ട് ദക്ഷ ചിരിയോടെ ആ ഉണ്ടക്കവളിൽ ഒന്നുകൂടെ മുത്തി. കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് തന്നെ യാത്ര പറഞ്ഞ് പോയതും കുഞ്ഞിനെയും എടുത്ത് മുന്നോട്ട്